ഇന്ന് നമുക്ക് ലസാനിയ ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇതിന് ലസാനിയ ഷീറ്റോ സമൂസ ഷീറ്റോ ഒന്നുമില്ലാതെ നമുക്കൊന്ന് ലസാനിയ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനത് കുറേ ദിവസമായിട്ട് അതിൻ്റെ റെസിപ്പി തരണോണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 ഷീറ്റും എൻ്റെ കയ്യിലില്ല. പിന്നെ നമ്മളിങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഇത് റീല് കണ്ടത്. അപ്പോൾ ഇതത്ര പണിയുള്ള സംഭവമൊന്നും അല്ലടോ. എന്നാൽ പിന്നെ അമ്മക്കൊന്നും ഉണ്ടാക്കാമല്ലോ. എന്താ അപ്പോൾ ഇത് അമ്മക്കൊന്നും ഉണ്ടാക്കിയാൽ. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിക്കണം കേട്ടോ. മുളക് പൊടി, തൈര്, ഉപ്പും ചേർത്തിട്ട് വെച്ചിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടൊന്ന് ഫ്രൈ ആക്കുക. പിന്നെ ഇതിൻ്റെ ഷീറ്റിന് പകരം നമ്മൾ യൂസ് ആക്കുന്നത് പൊട്ടാറ്റോ ആണ് കേട്ടോ. പൊട്ടാറ്റോ വേവിച്ചത്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ആഡ് ചെയ്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്യുക. ഒന്ന് ടൈറ്റാக തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പാലെടുത്തിട്ട് ഒന്ന് ഒരു ബാറ്ററിൻ്റെ ഇതിലാക്കി എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി എന്ന് പറയുന്നത് ക്യാബേജും ക്യാപ്സിക്കുമാണ്. അത് നമ്മൾ ഫ്രൈ ആക്കിയ ചട്ടി തന്നെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് അത് നല്ലോണം ഒന്ന് നല്ലോണം വേണ്ട, കുറച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ചിക്കൻ നമ്മൾ ഫ്രൈ ആക്കി വെച്ചത് അത് നമ്മൾ ഒന്ന് ക്രഷ് ആക്കിയിട്ട് അയക്കിടുക. അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ വലിയ പീസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ. ഞാനൊന്ന് ചോപ്പറിലിട്ടിട്ടൊന്ന് ക്രഷ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സ് ആക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ മസാല. ഇനി അതിക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കതൊക്കെ വേണ്ടത് ഒരു സോസ് ഉണ്ടാക്കണം. സോസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഗാർലിക് സോസ് ഉണ്ടല്ലോ, അതാട്ടോ. ഇനി നമ്മളവിടെ പൊട്ടാറ്റോൻ്റെ ബാറ്റർ ഉണ്ടാക്കിയില്ലായിരുന്നോ, അതൊരു പാത്രത്തിൽ, ഏത് പാത്രത്തിലും ഉണ്ടാക്കുന്ന അതിൽ നമ്മൾ താഴെ നല്ലോണം പരത്തിയിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കിയ മസാല അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ആ സോസ് ഉണ്ടായിരുന്നില്ലേ, ആ സോസിൽ കുറച്ച് ചീസും കൂടി ആഡ് ചെയ്തിട്ടിട്ടോ സോസ് അടിക്കേണ്ടത്. ഞാൻ മുട്ട വെച്ചിട്ടാട്ടോ സോസ് ഉണ്ടാക്കിയത്. മുട്ട ആവിക്ക് വേവിക്കുന്ന ഇപ്പോഴത്തെ വൈറൽ സോസ് ഇല്ലേ, അതുണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിൽ കൂടി ഒരു സ്ലൈസിൻ്റെ പീസ് ആഡ് ആക്കിയിട്ടാട്ടോ അത് ചെയ്തത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചെയ്യാം. ഈ ചീസിൻ്റെയും ക്രീമിൻ്റെയൊക്കെ ഫ്ലേവർ ആട്ടോ അതിൽ മുന്നിൽ വരുന്നത്. അപ്പോൾ മാക്സിമം ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ചീസ് സ്ലൈസസ് കട്ട് ചെയ്തിട്ട് അത് മേലിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 10 മിനിറ്റ് നമ്മളത് അടച്ച് വെച്ചിട്ട് വേവിക്കുക. അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ. ആ പൊട്ടാറ്റൊക്കെ വെന്ത് വരുമ്പോഴുള്ള സ്മെല്ല്. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് സെർവ് ചെയ്യുക, കട്ട് ചെയ്യുക, സെർവ് ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ അത്ര പണിയൊന്നുമില്ല. കുറച്ച് ചീസും കുറച്ച് ബട്ടറും കുറച്ച് ഫ്രഷ് ക്രീമും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.